മാത്യു തോമസിന്റെ ഒരു 3D പടം തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. ലവ്ലി ആ പടം ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ ഇത് എല്ലാവർക്കും അറിയാം, ഇതിന്റെ ജോണർ ഒരു ഫാന്റസി ജോണറാണ്. മാത്യൂസും അതേപോലെ തന്നെ ഈച്ചയും തമ്മിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നാനിയുടെ ഈച്ച ഒന്നും ദയവ് ഇത് പ്രതീക്ഷിക്കരുത്. ഇത് അന്തമാതിരി പടം നെഹിഹെ. ഇത് ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റുന്ന അത്യാവശ്യം രസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പടം. അതായത് നമ്മൾ കിടിലം പടം എന്നും പറയുന്നില്ല, എന്നാൽ ഏറ്റവും ബോറാണെന്നും പറയുന്നില്ല. ബോറിംഗ് ആയിട്ടൊന്നും എവിടെയും തോന്നിയില്ല. നല്ല രസത്തിലൊക്കെ കണ്ടിരിക്കുക. പക്ഷെ അടിപൊളി പടം എന്നൊന്നും പറയാൻ പറ്റില്ല. പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. OTTയിലൊക്കെ കണ്ടിരിക്കാവുന്ന ഒരു പടം. അതിന് 3D പറയുന്ന സാധനം തന്നെ ആവശ്യമില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് കുറച്ച് പോർഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ട് കണ്ടിരിക്കുക. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. എവിടെയും നമുക്കൊരു മടുപ്പ് തോന്നില്ല. യൂഷ്വലി ഞാനൊരു പടം കാണാനിരുന്ന ഞാൻ പടം നിർത്തിയിട്ട് ഒരു 10-15 തവണ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മെല്ലെ മെല്ലെ കണ്ടു തീർക്കുള്ളൂ. പക്ഷെ ഞാൻ ഇത് കാണാൻ തുടങ്ങിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഈ മാത്യൂസ് പണിക്ക് പോണ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസമാണ് കേട്ടോ. അതെന്താ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൽ ഈച്ചയുടെ സൗണ്ട് അല്ലെങ്കിൽ വോയിസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ശിവാംഗിയാണ്. ശിവാംഗിയുടെ വോയിസിന് ഒരു ഫാൻ ബേസ് വേറെ ഉണ്ട്. ഒന്ന് അങ്കിട് പാളിക്കഴിഞ്ഞാൽ ക്രഞ്ച് ഫെസ്റ്റ് ആവേണ്ട സംഭവം ആ കൊച്ചു നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു പോർഷൻസ് ഒക്കെ എത്തുമ്പോൾ അതാ ഞാൻ പറഞ്ഞ പിള്ളേർക്കൊക്കെ നന്നായി കണക്ട് ആവുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ബാബുരാജിന്റെയാണ്. ഈ ബാബുരാജ് നടന്നു പോകുമ്പോൾ ഒരു BGM ഇട്ട് കൊടുക്കും. അത് കിടിലം BGM ആണ്. പക്ഷെ ഇങ്ങനെ എന്തിനു പോകുമ്പോഴാണ് ഇട്ട് കൊടുക്കണമെന്ന് അറിയോ? രാവിലെ 8:30 തൂറാൻ പോകുമ്പോൾ അതിനാണ് ഈ BGM ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ 8:30 തൂറാൻ പോകുമ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കും. അതന്നെ ഉള്ളൂ ഇങ്ങനെ റോള്. വേറെ കാര്യം റോളൊന്നുമില്ല. എന്നാലും രസമായിരുന്നു കണ്ടിരിക്കാൻ. പിന്നെ നമ്മുടെ മനോജ് കെ ജയൻ ഉണ്ട് ഇതില്. മനോജ് കെ ജയന്റെ റോളൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ 1-2 ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ലാത്തൊരു പടം. വൻ ഹൈപ്പിലൊന്നും കണ്ടൊന്നും ഇഷ്ടപ്പെടില്ല. ഈ സമയമൊക്കെ പോവാതിരിക്കുമ്പോൾ ഇപ്പൊ പുറത്ത് മഴയൊക്കെ പെയ്യാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കൊച്ചു പടം. മാത്യൂസ് വെറുപ്പിച്ചിട്ടൊന്നുമില്ല. ബ്രോമാൻസ് ഒക്കെ നോക്കുമ്പോൾ ദിസ് ഇസ് ഫാർ ഫാർ ബെറ്റർ എന്നേ പറയാനുള്ളൂ. ബ്രോമാൻസ് ഒക്കെ വെറുപ്പിക്കലിന്റെ അയ്യര് കളിയായിരുന്നു. പക്ഷെ ഇത് അത്യാവശ്യം കൊച്ചുങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പടം. ഇനിയിപ്പോ എന്റെ മനസ്സിൽ ഇപ്പോഴും കുട്ടികളുടെ ഒരു ഇതായോണ്ടാണോ എന്ന് അറിയില്ല, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടമായി തോന്നി. വേണ്ടവർ കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ചില പോർഷൻസിൽ ഇമോഷണൽ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് ഈ ഈച്ച കാണാതാവുന്നതും പിന്നെന്താണ് ചില കാര്യങ്ങൾ, ആ സമയത്ത് ഇമോഷണൽ സീൻസ് ഒക്കെ എനിക്ക് അത്യാവശ്യം കണക്ട് ആയി. സോ വേണ്ടവർ കണ്ടു നോക്കുക ആമസോൺ പ്രൈമിൽ. മലയാളത്തിൽ നിന്ന് ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈജു കുറുപ്പ്, അജു വർഗീസ് ഒക്കെ അഭിനയിച്ച സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സൈന പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഒരു കൊച്ചു ഫീൽ ഗുഡ് പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മൾ സൈജു കുറുപ്പിന്റെ സിനിമകൾ നോക്കുകയാണെന്ന് വെച്ചാൽ തിയേറ്ററിൽ വലിയ ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. വൺസ് അത് OTT ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ഹീറ്റ്സ് ഡിഫറെന്റ് തന്നെ പറയാ. നല്ലൊരു രസമായിരിക്കും ആ പടം. എന്തെങ്കിലും വെറൈറ്റി സാധനമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ OTT സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ഭരതനാട്യം ആണെങ്കിലും ജയ് മഹേന്ദ്രൻ പറഞ്ഞ വെബ് സീരീസ് ആണെങ്കിലും അതേപോലെ തന്നെ പല്ലോട്ടി 90s കിഡ്സ്, റീസെന്റ് അഭിലാഷമായിരുന്നു ആ ലിസ്റ്റിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിലോട്ടുള്ള പുതിയ എൻട്രിയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഒരു കൊച്ചു പടം, നല്ല പടം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സമാധാന പുസ്തകം അല്ലെങ്കിൽ അതേപോലെ തന്നെ പല്ലുട്ടി 90s കിഡ്സ് പോലത്തെ കൊച്ചുങ്ങളുടെ അല്ലെങ്കിൽ സ്കൂൾ ബേസ്ഡ് പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കണ്ടു നോക്കാവുന്ന വളരെ നല്ലൊരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. വലിയ എക്സ്പെക്ടേഷനിലൊന്നും കാണരുത്. സൈജു കുറുപ്പിന്റെ പെർഫോമൻസ് എല്ലാ പടത്തിലും പോലെ തന്നെ അടിപൊളിയായിരുന്നു. ചെറിയ റോളിലാണ് ആള് വരുന്നത്. നല്ല വൃത്തിക്ക് തന്നെ ആള് പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹി റിമെയിൻസ് അണ്ടർ റേറ്റഡ് എന്നേ പറയാനുള്ളൂ. അങ്ങേര് അത്ര നന്നായി പെർഫോം ചെയ്യാൻ അറിയില്ല. എത്ര മലയാളി നടന്മാരുണ്ട്, വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. പക്ഷെ അങ്ങേർക്ക് വേണ്ട അപ്രീസിയേഷൻ ഒന്നും പലപ്പോഴും കിട്ടാറില്ല. സോ ഈ സിനിമയില് ഏറ്റവും കിടിലായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് അജു വർഗീസ് ആണ്. അജു വർഗീസിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട് മോനെ, എന്റെ പൊന്നാണ്. നിങ്ങൾക്ക് എങ്ങനെ കിട്ടണതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ടെററോ ടെറർ എന്ന് പറയാം. ആളൊരു സാറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഫുൾ ടെറർ മോഡ് ഓൺ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊക്കെ നമ്മുടെ പഴയ സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മ വരും. എപ്പോഴും എല്ലാ സ്കൂളിലും ഒരു കലിപ്പൻ സാർ ഉണ്ടാവില്ല. അത് തന്നെയാണ് ഇതിൽ അജു വർഗീസ്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ആദ്യം തന്നെ അറ്റൻഡൻസ് എടുക്കുമ്പോൾ എന്റെ പേരാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര കണക്റ്റായി ആ ഒരു കാലഘട്ടമൊക്കെ. സോ ഈ റോൾ നമ്പർ 1 എന്ന് പറയുന്ന സാധനം വരുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. എക്സാമിന് നമ്മൾ ആദ്യം പോയിരിക്കണം, എന്തെങ്കിലും കാര്യത്തിന് ആദ്യം പോകണം. അതേപോലെ തന്നെ പേപ്പർ തരുമ്പോൾ ആദ്യം തരും. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സ്കൂളിൽ പിള്ളേരും അവർ തമ്മിൽ ഉണ്ടാവുന്ന ബോണ്ടിങ്ങും അവർ തമ്മിൽ ഉണ്ടാവുന്ന അടി പിടി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു പടം. സോ ഇതിൽ വന്നിട്ട് ടീച്ചേഴ്സ് ആയിട്ട് അഭിനയിച്ച് എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഗവൺമെന്റ് സ്കൂളിലത്തെ ടീച്ചർമാരൊക്കെ എപ്പോഴും അടിപൊളിയായിരിക്കും. അതിന്റെ വില മനസ്സിലാവണം വെച്ചാൽ നമ്മൾ ഈ പ്രൈവറ്റ് സ്കൂളിലോ കോളേജസിലോ പോയി ചേരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ എഞ്ചിനീയറിംഗിൽ പോയി ചേർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെയുള്ള എല്ലാവരും ഡാഗടിമാരാണെന്ന്. ഗവൺമെന്റ് സ്കൂളിന്റെ വില എനിക്ക് അന്നാണ് മനസ്സിലായത്.
സോ സമയമുള്ളവർ കണ്ടു നോക്കുക. വളരെ നല്ലൊരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഇഷ്ടപ്പെട്ട നല്ലൊരു പടം. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം.